നമ്മുടെ ഇന്നത്തെ യാത്ര കേരള ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള പകുതിപ്പാലത്തെ കാടിന് നടുവിനുള്ള ഒരു ടെൻറ്റ് സ്റ്റേയിലോട്ടാണ്. ഇവിടെ ശരിക്കും 2 സ്റ്റേ ഓപ്ഷനാണ് ഉള്ളത്. ഒരു ബംഗ്ലാവും പിന്നെ 2 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന 4 ടെൻറ്റുകളും. നെല്ലിയാമ്പതി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്നത് വേഴാമ്പലിനെയാണ്. അതുമാത്രമല്ല, വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന സിംഹവാലനും കടുവയും പുലിയും ഒക്കെ നിരവധിയുള്ളൊരു കാടാണിത്. രാവിലെ ഏകദേശം ഒരു 6:30 നമ്മൾ നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റ് എത്തി. വണ്ടി നമ്പറും അതുപോലെ തന്നെ യാത്രക്കാരുടെ എണ്ണവും എല്ലാം എഴുതി കൊടുത്തിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര. രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് കോട ഉണ്ടായിരുന്നു. പിന്നെ കൂട്ടത്തിലുള്ള എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സ് ആയതുകൊണ്ട് പോകുന്ന വഴിക്ക് കാണുന്ന എല്ലാ പക്ഷികളുടെയും ഫോട്ടോസ് നമ്മൾ പരമാവധി എടുക്കാൻ ശ്രമിച്ചിരുന്നു. കാടുകൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു ശബ്ദമാണിത്. കാട്ടുകോഴി അഥവാ ഗ്രേ ജംഗിൾ ഫൗൾ. ഇവരെ ഇങ്ങനെ അടുത്ത് കിട്ടുക എന്നത് വളരെ ഭാഗ്യമാണ്. സാധാരണ മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓടി കാട്ടിലൊളിക്കുകയാണ് ഇവരുടെ പതിവ്. നമ്മുടെ ആദ്യത്തെ അനിമൽ സൈറ്റിംഗ് ഈ കാണുന്ന ഇന്ത്യൻ ഗോറാണ്. ചുരത്തിന് സൈഡിലായി ആള് പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ ചെവിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ പകുതി ഭാഗം നഷ്ടപ്പെട്ടതായിട്ട് കാണാം. എന്തിൻ്റെയോ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടതാണെന്ന് തോന്നുന്നു. സമയം ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയായി കാണും. തണുപ്പൊക്കെ മാറി അത്യാവശ്യം ചൂട് കൂടി തുടങ്ങി. ഇനി അനിമൽ സൈറ്റിങ്സ് ഒക്കെ വളരെ കഷ്ടമാണ്. അധികം വൈകാതെ തന്നെ നമ്മൾ നൂറടിയിലോട്ട് യാത്രയായി. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഒരു ജീപ്പിൽ വേണം പകുതിപ്പാലത്തേക്ക് പോകാൻ. നൂറടിയിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ പോയാലാണ് നമ്മൾ പകുതിപ്പാലത്തേക്ക് എത്തുക. റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ജീപ്പ് എടുത്തത്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ് നിങ്ങളുടേത് എങ്കിൽ ജീപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. സ്വന്തം വണ്ടിയായിട്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് പോകാം. ജീപ്പിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ റേറ്റ് ഏകദേശം ഒരു 1600 രൂപയാണ് വരുന്നത്. ഇവനെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. ഇവനാണ് നെല്ലിയാമ്പതിയുടെ സ്വന്തം ചില്ലിക്കൊമ്പൻ. നമ്മൾ ചെല്ലുമ്പോൾ ആൾ തൊട്ടടുത്തുള്ളൊരു തോടിൻ്റെ വക്കിൽ എന്തോ തിന്നുകൊണ്ടുള്ള നിൽപ്പാണ്. തൊട്ടടുത്ത് തന്നെ നിരവധി വീടുകൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ആർക്കും ഇവനെ കൊണ്ട് യാതൊരു തരത്തിലുള്ള ഉപദ്രവം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു നെസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ദൂരത്തായതിനാൽ അധികം സമയം നമ്മൾ അവിടെ ചിലവഴിച്ചില്ല. നിങ്ങളിപ്പോൾ കാണുന്നത് വേഴാമ്പൽ അതിൻ്റെ കുഞ്ഞിന് ഫീഡ് കൊടുക്കുന്നതാണ്. ഇന്നത്തെ എൻ്റെ യാത്രയിൽ വേറെയും 5 പേരുണ്ട്. അങ്കമാലിക്കാരായ അഭിയേട്ടനും ഗിരീഷും സുമേഷേട്ടനും ജോണും പിന്നെ ഇടപ്പള്ളിയിൽ നിന്നും അമൽ ബ്രോയും. വഴിമധ്യയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം ഒരു 11 മണിയോടുകൂടിയാണ് ഞങ്ങൾ പകുതിപ്പാലം ടെൻറ്റ് സ്റ്റേയിലോട്ട് എത്തുന്നത്. 8 പേർക്ക് സുഖമായി കിടക്കാൻ പറ്റുന്ന 4 ടെൻറ്റുകളാണ് ഇവിടെ ഉള്ളത്. ടെൻറ്റിനോട് ചേർന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നതിനായി ഒരു ഷെഡും നമുക്ക് കാണാം. ഇവിടെ തന്നെ ഫോറസ്റ്റിൻ്റെ ഒരു കോട്ടേജും ഉണ്ട്. നമ്മുടെ മൊബൈലും ക്യാമറയും ഒക്കെ ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെയുണ്ട്. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു ബംഗ്ലാവ്. നെല്ലി മാൻഷൻ എന്നാണ് ഇതിൻ്റെ പേര്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് താമസിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ഇതാദ്യം. പിന്നീട് ടൂറിസത്തിന് വേണ്ടി ഇത് ഓപ്പൺ ചെയ്തു കൊടുത്തു. റൂമിലോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് വിശാലമായ ഒരു വലിയ ഹാളാണ്. ഹാളിനോട് ചേർന്ന് തന്നെ 2 ബെഡ്റൂമുകളും നമുക്ക് കാണാം. ഭക്ഷണം പാകം ചെയ്യുന്നതിനും മറ്റുമായി ഒരു വർക്ക് ഏരിയ കൂടി ഇതിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു റൂമിൽ മിനിമം 5 പേർക്ക് സുഖമായി താമസിക്കാൻ പറ്റും. റൂമിൽ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. നെല്ലി മാൻഷൻ്റെ റേറ്റ് വരുന്നത് 5000 രൂപയാണ്. 3 നേരത്തെ ഫുഡും ഒരു നൈറ്റ് സഫാരിയും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. 2065 രൂപയാണ് ടെൻറ്റിൽ ഒരാൾക്ക് വരുന്ന റേറ്റ്. ഈ സ്റ്റേയിലും 3 നേരത്തെ ഫുഡും ഒരു നൈറ്റ് സഫാരിയും ഇൻക്ലൂഡഡ് ആണ്. രാത്രി സമയം ചീവിടിൻ്റെ ശബ്ദമൊക്കെ കേട്ട് ആസ്വദിച്ച് കിടക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ടെൻറ്റ് സ്റ്റേ. ഇതിനോട് ചേർന്ന് തന്നെ 3 കോമൺ ബാത്റൂമും ഇവിടെ തന്നെയുണ്ട്. ടെൻറ്റിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ട്രെക്കിംഗ് സ്പോട്ടും ഉണ്ട്. ഉച്ചഭക്ഷണത്തിന് മുന്നേ ചെറിയൊരു ട്രെക്ക് ചെയ്യാമെന്ന് കരുതി. പോകുന്ന വഴിക്ക് തന്നെ വേഴാമ്പലിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഈ കാണുന്നത് നമ്മുടെ സ്റ്റേയിൽ തന്നെയുള്ള വേഴാമ്പലാണ്. ഇവിടെ എവിടെയോ ഇതിൻ്റെ നെസ്റ്റും ഇണയുമുണ്ട്. അതിൻ്റെ ഇണയെ വിളിക്കുന്ന ശബ്ദമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ദേവേന്ദ്രൻ ചേട്ടനാണ് നമ്മുടെ ഇന്നത്തെ ഗൈഡ്. ഗൈഡിൻ്റെ ഫെസിലിറ്റി ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള പരിപാടികളെല്ലാം ഭക്ഷണത്തിന് ശേഷം ആകാമെന്ന് കരുതി ട്രക്കിംഗ് നിർത്തി നമ്മുടെ ഭക്ഷണം വിളമ്പിരിക്കുന്ന ഷെഡിലോട്ട് നടന്നു. തളർന്നു വന്ന് നമുക്ക് കിട്ടിയത് ചോറും സാമ്പാറും എല്ലാം അടങ്ങുന്ന വിഭവസമൃദ്ധമായ സ്വാദിഷ്ടമായ ഒരു ലഞ്ചാണ്. ഇതിൻ്റെ കൂടെ ഒരു പായസവുമുണ്ട്. രാത്രിയാണ് നമുക്ക് നോൺ വെജ് ഉണ്ടാകുക. ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ് രാത്രിയത്തെ ഭക്ഷണം. നമ്മുടെ ടെൻറ്റിന് മുകളിലായി ഒരു പെൺവേഴാമ്പൽ അതിൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ണിന് ചുറ്റുമുള്ള കളർ നോക്കിയാണ് ആണിനെയും പെണ്ണിനെയും മനസ്സിലാക്കുന്നത്. ആൺവേഴാമ്പലിൻ്റെ കണ്ണിന് ചുറ്റും ഒരു ചുവന്ന കളറും പെൺവേഴാമ്പലിൻ്റെ കണ്ണിന് ചുറ്റും ഒരു വെള്ള നിറവുമാണ് കാണാറുള്ളത്. അങ്ങനെ ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ്
ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് തൊട്ടു മുമ്പിലെ മരത്തിലൊരു സദേൺ ഫ്ലൈയിങ് ലിസാർഡിനെ നമ്മൾ കണ്ടത്. പേരിൽ ഫ്ലൈയിങ് ലിസാർഡ് എന്നൊക്കെ ഉണ്ടെങ്കിലും ഇവന് പറക്കാൻ സാധിക്കില്ല. ഒരു മരത്തിൽ നിന്നും മറ്റേ മരത്തിലോട്ട് ഗ്ലൈഡ് ചെയ്യുകയാണ് ഇവർ ചെയ്യാറുള്ളത്. ഇവയുടെ കഴുത്തിന് താഴെ കാണുന്നതാണ് ഡ്യുലാപ്പ്. ടെറിട്ടറി മാർക്ക് ചെയ്യാനും ഇണയെ ആകർഷിക്കാനും ഇത് ഇവയെ സഹായിക്കുന്നു. ഒരു 3:30 നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. സിംഹവാലൻ കുരങ്ങും കുറച്ച് പക്ഷികളും അല്ലാതെ വേറെ ഒന്നിനെയും നമുക്ക് ട്രക്കിങ്ങിൽ കാണാൻ സാധിച്ചില്ല. പോകുന്ന വഴിക്കെല്ലാം നല്ല രീതിക്ക് ആനച്ചൂരുണ്ട്. അതുകൊണ്ട് നല്ല ശ്രദ്ധയോട് വേണം നമ്മൾ ട്രക്കിംഗ് ചെയ്യാൻ. ഈ കാണുന്ന ചീവിഡ് അഥവാ സിക്കാഡയുടെ ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. മരത്തൊലിയുടെ നിറത്തോട് സാമ്യമുള്ള ഇവയെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഇവ മരങ്ങളുടെ തടിയിലും ശാഖകളിലുമാണ് മുട്ടയിടാറുള്ളത്. കുറച്ചു സമയത്തെ ട്രക്കിങ്ങിന് ശേഷമാണ് ഈ കാണുന്ന കൂട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ കാണുന്നതാണ് വേഴാമ്പലിൻ്റെ കൂട്. കൂടിൻ്റെ ഉള്ളിൽ എന്തോ അനക്കമുണ്ടെന്ന് ഒപ്പമുള്ളവർ പറഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ വേഴാമ്പലിൻ്റെ കുഞ്ഞിന് നമുക്ക് അതിനുള്ളിൽ കാണാം. ഇപ്പോൾ ആൾറെഡി ഫീഡിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചു നേരം ആ കുഞ്ഞിൻ്റെ ഭംഗി ആസ്വദിച്ച് നമ്മൾ അവിടെ നിന്നും ടെൻറ്റിലോട്ട് തിരിച്ചു. അധികം താമസിക്കാതെ തന്നെ നമ്മുടെ ഈവനിങ് സഫാരി സ്റ്റാർട്ട് ചെയ്തു. സഫാരിക്ക് വേണ്ടി നമ്മളെ കാത്ത് ഫോറസ്റ്റിൻ്റെ ജീപ്പ് പുറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. പഴയ റേഷൻ കട വരെയാണ് നമ്മുടെ സഫാരി ഉള്ളത്. പോകുന്ന വഴിക്ക് കാര്യമായ സൈറ്റിംഗ് ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും അധികം മിന്നാമിനുങ്ങുകളെ ഒരുമിച്ച് കാണുന്നത്. മേറ്റിംഗ് പെയറിനെ കണ്ടെത്താനുള്ളൊരു പ്രക്രിയയാണിത്. ഇവ വംശനാശം നേരിടുന്നതുകൊണ്ട് വരുന്ന തലമുറയ്ക്ക് ഇവയെ കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തായി ടൈഗറിൻ്റെ ഒരു കില്ലുണ്ടായിരുന്നു. അതിൻ്റെ ടെറിട്ടറി ആയതുകൊണ്ട് അധികം നേരം അവിടെ നിന്നില്ല. തിരിച്ചുള്ള യാത്രയിലും കാര്യമായിട്ടുള്ള അനിമൽ സൈറ്റിംഗ് ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. സഫാരി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ ഒരു വെജിറ്റബിൾ കുറുമയായിരുന്നു ഭക്ഷണം. ഭക്ഷണത്തിന് ശേഷം ഔൾസിനെ തപ്പി ഇറങ്ങിയപ്പോഴാണ് ഇവനെ കണ്ടത്. ഇവനാണ് ഫ്ലൈയിങ് സ്ക്വിറൽ. നമ്മുടെ ഫ്ലൈയിങ് ലിസാർഡിനെ പോലെ തന്നെ ഇവനും ഗ്ലൈഡ് ചെയ്യുകയാണ് പതിവ്. രാവിലെ എണീറ്റ് ഒരു കട്ടനൊക്കെ കുടിച്ച ശേഷം നമ്മൾ വീണ്ടും ട്രെക്കിംഗ് ആരംഭിച്ചു. ഇന്നലെ കണ്ട ആ മരത്തിൻ്റെ അങ്ങോട്ട് തന്നെ ഒന്നും കൂടി പോയി നോക്കാമെന്ന് കരുതി. നെസ്റ്റിൽ കുഞ്ഞുള്ളതുകൊണ്ട് അതിന് ഫുഡ് കൊടുക്കാൻ വേഴാമ്പൽ വരുമെന്ന് ഉറപ്പായിരുന്നു. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഫീഡുമായി ആൺവേഴാമ്പലാണ് ആദ്യം എത്തിയത്. കൊക്കിൽ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിന് കൊടുക്കാനുള്ള ഫീഡും കാണാം. പല്ലി തൊട്ട് പാമ്പിനെ വരെ ഇവർ കുഞ്ഞുങ്ങൾക്ക് ഫീഡായിട്ട് കൊടുക്കാറുണ്ട്. ഫീഡിംഗ് സമയത്ത് ആൺവേഴാമ്പലും പെൺവേഴാമ്പലും അടുത്തു തന്നെ ഉണ്ടാകും. ചുറ്റും നിരീക്ഷിച്ച് മറ്റു പ്രെഡേറ്റേഴ്സ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഫീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. ഒരാളുടെ ഫീഡിംഗ് കഴിഞ്ഞാൽ അത് പറന്നുപോയി അടുത്ത ഫീഡ് അന്വേഷിക്കും. ഈ സമയം മറ്റേയാൾ കുഞ്ഞിന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ കാണുന്നതാണ് വേഴാമ്പലിൻ്റെ ഫീഡിങ്. അത് സ്വന്തം കൊക്കിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഫീഡ് കുഞ്ഞിൻ്റെ വായിലേക്ക് ഓരോന്നായിട്ട് കൊടുക്കുകയാണ്. ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് അത് കൊക്കിൻ്റെ ഉള്ളിൽ നിന്നെടുത്ത് വീണ്ടും അതിൻ്റെ വായിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രാവിലെ ഒരു 10 മണിയോടുകൂടി നമ്മൾ ചെക്കൗട്ടൊക്കെ ചെയ്ത് തിരിച്ച് 100 അടിയിലോട്ട് മടങ്ങുകയാണ്. അങ്ങനെ 100 അടിയിലെത്തി അടുത്ത പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ കണ്ടതാണ് ഈ മനോഹരമായ ഒരു കാഴ്ച. അമ്മ കുരങ്ങ് അതിൻ്റെ കുഞ്ഞിനെ പാല് കൊടുത്ത് ഉറക്കുന്നത്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയായി കാണും. ഉച്ചഭക്ഷണത്തിന് ശേഷം ഫിഷ് ഔളിനെയും ബീറ്ററിനെയും തപ്പി ഇറങ്ങാമെന്ന് കരുതി. പോകുന്ന വഴി മൊത്തം ബീറ്റേഴ്സിൻ്റെ നെസ്റ്റിംഗ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. പെട്ടെന്നാണ് ഒരു കോൾ നമ്മൾ കേട്ടത്. നമ്മളിപ്പോൾ കേട്ട ശബ്ദം ഹുപ്പോ അഥവാ ഉപ്പൂപ്പൻ എന്ന പക്ഷിയുടേതാണ്. ഇസ്രായേലിൽ നിന്നും വിരുന്നു വന്ന പക്ഷി എന്നാണ് ഇവൻ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സോളമൻ രാജാവിൻ്റെ സ്നേഹിതനായ പക്ഷി എന്ന ഒരു മിത്ത് കൂടെ ഇവനുണ്ട്. അത്യാവശ്യം ലെപ്പേർഡ് മൂവ്മെൻ്റ് ഉള്ള സ്ഥലത്തു കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. പെട്ടെന്നാണ് തേയിലത്തോട്ടത്തിൽ ഒരു അനക്കം കണ്ടത്. വണ്ടി നിർത്തി നോക്കിയപ്പോൾ ഒരു ചെങ്കിരിയാണ്. ഇവർക്ക് ബോഡിയിൽ കറുപ്പും ബ്രൗണും നിറമാണുള്ളത്. കഴുത്തിനു ചുറ്റും ഒരു വെളുത്തതോ അല്ലെങ്കിൽ ചാരനിറത്തിലുള്ളതോ ആയ ഒരു വരയും കാണും. ഇവനാണ് ബ്ലാക്ക് വിങ്ഡ് കൈറ്റ്. കാണാൻ വളരെ ശാന്തമായ പക്ഷിയാണെങ്കിലും ഇതിൻ്റെ വേട്ടയാടുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. ആകാശത്ത് ഹോവറിംഗ് ചെയ്താണ് മിക്കപ്പോഴും ഇവ ഇരയെ പിടിക്കാറുള്ളത്. ചുവപ്പ് നിറത്തിലുള്ള ഷാർപ്പ് ഐസ് ആണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ താഴെയുള്ള ചെറിയ അനക്കങ്ങൾ പോലും പെട്ടെന്ന് ഇവർക്ക് തിരിച്ചറിയാൻ കഴിയും. കാടുകളിൽ കാണപ്പെടുന്ന പ്രധാന വേട്ടക്കാരാണിവർ. ദോൽസ് അഥവാ വൈൽഡ് ഡോഗ്സ്. കൂട്ടം കൂടിയാണ് ഇവർ ഇരയെ ആക്രമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കില്ലിംഗ് സക്സസ് റേറ്റ് വളരെ കൂടുതലാണ്. ഇവരുടെ പാക്കിൽ സാധാരണമായി 10 മുതൽ 15 വരെ അംഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരാളുടെ പിന്നാലെ മറ്റൊരാൾ പിന്തുടർന്ന് ഇരയെ ക്ഷീണിപ്പിച്ച് പിടികൂടുന്ന രീതിയാണ് ഇവരുടേത്.
പിടികൂടുന്ന ഇരയെ ജീവനോടെ കൊന്നു തിന്നുന്ന രീതിയാണ് ഇവർക്കുള്ളത്. സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. ഇനി തിരിച്ച് കൊച്ചിയിലോട്ട് എത്തണം. കാടിനോടുള്ള പ്രണയം ഇവിടെ തീരുന്നില്ല. പുതിയ ഒരു വീഡിയോവുമായി ഉടൻ തന്നെ എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.